ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ CA കോഴ്സ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കോഴ്സ് ഡീറ്റെയിൽസിന്റെ CA എന്തെല്ലാം ലെവലുകളിലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഓരോ ലെവലുകളിലേക്കും എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, ഓരോ ലെവലിലും എന്തെല്ലാം സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്, ആ സബ്ജക്റ്റുകളുടെ പാസിംഗ് ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സമയം +2 കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് അഡ്മിഷൻ കൊടുക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ് ഇനി പുതുതായിട്ട് എന്ത് കോഴ്സ് ചെയ്യും എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് ഈ ഒരു CA കോഴ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അങ്ങനെ ആ ചെയ്യാൻ പറ്റുന്ന കോഴ്സ് ആണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ CA കോഴ്സിലേക്ക് എൻ്റർ ചെയ്ത ആളുകൾ ഇനി തുടർന്ന് അങ്ങോട്ട് എന്തെല്ലാം സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്, ഈ കോഴ്സിന്റെ ഡെപ്ത് എത്രയാണെന്നൊക്കെ പഠിക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് CA എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ICAI ആണ്. 1949 പാർലമെന്റിൽ സ്പെഷ്യൽ ആക്ട് പാസ് ചെയ്തിട്ട് ഫോം ചെയ്തിട്ടുള്ള അക്കൗണ്ടിംഗ് ബോഡിയാണ് ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ. ICAIക്ക് ഒരു സെപ്പറേറ്റ് വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ CA കോഴ്സിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മൾ ഈ CA എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിന്റെ ഫുൾ ഡീറ്റെയിൽസും ഈ ICAI എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ടും CA കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 റൂട്ടുകളാണുള്ളത്. ഒരു ഫൗണ്ടേഷൻ റൂട്ട് ആൻഡ് ഡയറക്റ്റ് എൻട്രി റൂട്ട്. നിങ്ങൾ +2 കംപ്ലീറ്റ് ചെയ്ത, +2 എക്സാം പാസ്സായ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ റൂട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ICAI എല്ലാ എക്സാമുകളും മെയ്, നവംബർ എന്നീ മാസങ്ങളിലാണ് സാധാരണയായി കണ്ടക്ട് ചെയ്യാറുള്ളത്. ഈ മെയ്, നവംബർ എക്സാമുകൾക്ക് മുമ്പ് നിങ്ങൾ +2 പാസ്സായിട്ടുണ്ടെങ്കിൽ തുടർന്ന് വരുന്ന മെയ്, നവംബർ എക്സാമുകളിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ എക്സാം എഴുതാനും നിങ്ങൾ എലിജിബിൾ ആവും. അങ്ങനെ നിങ്ങൾ ഫൗണ്ടേഷൻ എക്സാമിനേഷൻ എഴുതാൻ എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ ഫൗണ്ടേഷൻ എക്സാമിന് നിങ്ങൾ പഠിക്കാനുള്ളത് 4 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ എക്സാമിന് പഠിക്കാനുള്ളത്. പേപ്പർ 1 പ്രിൻസിപ്പിൾ ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിങ്. ബേസിക്കലി ഒരു ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് കാര്യങ്ങൾ, അക്കൗണ്ട്സിന്റെ കാര്യങ്ങൾ, നിങ്ങൾ +2 പഠിച്ച അക്കൗണ്ട്സിന്റെ ഒരു ഇത്തിരി കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന അക്കൗണ്ട്സ് പേപ്പറാണ്. ദെൻ അടുത്തത് ബിസിനസ് ലോ ആൻഡ് ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസിന്റെ ഒരു തിയറി പേപ്പറാണ്. ദെൻ ബിസിനസ് മാത്തമാറ്റിക്സ്, ലോജിക്കൽ റീസണിങ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന മറ്റൊരു പേപ്പർ ഉണ്ട്. ഇത് മാത്തമാറ്റിക്സ് ആണ്, പ്രോബ്ലമാറ്റിക് പേപ്പറാണ്. ദെൻ മറ്റൊരു തിയറി പേപ്പറും കൂടി ഉണ്ട്, ബിസിനസ് എക്കണോമിക്സ് ആൻഡ് ബിസിനസ് ആൻഡ് കൊമേഴ്ഷ്യൽ നോളജ് എന്ന് പറയുന്ന ഒരു 4ാമത്തെ പേപ്പറുണ്ട്. ഈ എല്ലാ പേപ്പറും 100 മാർക്ക് വെച്ചിട്ടാണ് എക്സാം. ടോട്ടൽ 400 മാർക്കാണ്. ഇതിന്റെ പാസിംഗ് ക്രൈറ്റീരിയ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈച്ച് സബ്ജക്ട് 40 ആൻഡ് എബോവ്, 40 അതല്ലെങ്കിൽ 40ൽ കൂടുതൽ മാർക്ക് നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്ട് വൈസ് നിങ്ങൾ പാസ്സാവും. സബ്ജക്ട് വൈസ് മാത്രം നിങ്ങൾ പാസ്സായ പോലെ ഈ 4 സബ്ജക്റ്റുകളെയും ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഗ്രൂപ്പിന്റെ അഗ്രിഗേറ്റ് മാർക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 200 ഓർ എബോ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ 50 ഓർ എബോ ഉണ്ടായിരിക്കണം, 50% ഓർ എബോ ഉണ്ടായിരിക്കണം. ഞാൻ ഇവിടെ ഒരു 3 സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സിറ്റുവേഷൻ നിങ്ങൾ നോക്കുക. 1ാമത്തെ സബ്ജക്ട് 55 മാർക്ക് കിട്ടി, പാസ്സായി. ദെൻ 51 അതും പാസ്സായി, 44 അതും പാസ്സായിട്ടുണ്ട്, 49 അതും പാസ്സായിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റുകളും പാസ്സായി. പക്ഷെ ടോട്ടല് 199 മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ 1 മാർക്ക് ഷോർട്ട് ആയിട്ടുണ്ട്. ഇത് 50% അഥവാ 200 അഗ്രിഗേറ്റ് കിട്ടിയിട്ടില്ല. ഈ ഒരു കുട്ടി എന്താവും, ഫെയിൽ ആവും. ഈ ഒരു കുട്ടി നെക്സ്റ്റ് വരുന്ന എക്സാമിന് കംപ്ലീറ്റ് സബ്ജക്റ്റുകളും 4 സബ്ജക്റ്റുകളും വീണ്ടും എഴുതേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇനി മറ്റൊരു കേസ് നോക്കാം. ഒരു സബ്ജക്ട് 60 അത് പാസ്സായി, 50 അതും പാസ്സായി, 39 ഒരു സബ്ജക്ട് ഫെയിൽ ആയി, ദെൻ 55 ആ സബ്ജക്റ്റും പാസ്സായി. ദെൻ അഗ്രിഗേറ്റ് നോക്കുന്ന സമയത്ത് 204 എന്ന് പറഞ്ഞാൽ 50 എബോ ഉണ്ട്. പക്ഷെ ഒരു സബ്ജക്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫെയിൽ ആയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആ കുട്ടി വീണ്ടും എല്ലാ സബ്ജക്റ്റും 2ാമത്തെ അറ്റംപ്റ്റിലും എഴുതേണ്ടതുണ്ട്. അടുത്ത സിറ്റുവേഷൻ നോക്കാം. 78 മാർക്ക് പാസ്സായിട്ടുണ്ട് ആ സബ്ജക്ട്, 40 മാർക്ക് സബ്ജക്ട് പാസ്സായി, 40 സബ്ജക്ട് പാസ്സായി, ദെൻ 42 ആ സബ്ജക്ട് പാസ്സായി, അഗ്രിഗേറ്റ് 200. ഈ ഒരു കുട്ടി ഈച്ച് സബ്ജക്ട് 40 ഓർ എബോ സ്കോർ ചെയ്തിട്ടുണ്ട്, പ്ലസ് അഗ്രിഗേറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടി എന്താവും, പാസ്സാവും. ഇങ്ങനെയാണ് പാസിംഗ് ക്രൈറ്റീരിയാസ് വരുന്നത്. ദെൻ അങ്ങനെ ഫൗണ്ടേഷൻ എക്സാം ക്വാളിഫൈ ചെയ്ത ഒരു വിദ്യാർത്ഥി ദെൻ
ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. സിയുടെ രണ്ടാമത്തെ ലെവലാണ് ഇന്റർമീഡിയറ്റ് ലെവൽ. ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. ഇങ്ങനെ രജിസ്ട്രേഷൻ എടുത്ത് 8 months സ്റ്റഡി പീരീഡ് ഉണ്ട്. ഈ 8 months സ്റ്റഡി പീരീഡ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നെക്സ്റ്റ് വരുന്ന മെയ് നവംബർ അറ്റംപ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഈ ഇന്റർമീഡിയറ്റ് ലെവലിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 8 സബ്ജക്റ്റ് ആണ്. 2 ഗ്രൂപ്പുകളിലായി 8 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഗ്രൂപ്പ് 1 പേപ്പർ 1 നിങ്ങൾക്ക് പറയുന്നത് അക്കൗണ്ടിംഗ് ആണ്. 100 മാർക്കിനാണ് പേപ്പർ ചോദിക്കുന്നത്. ദെൻ പേപ്പർ 2 കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് ലോ എന്ന് പറഞ്ഞാൽ കമ്പനി ലോ നിങ്ങൾക്ക് 60 മാർക്കിനും അതർ ലോസ് നിങ്ങൾക്ക് 40 മാർക്കിനുമാണ് സാധാരണയായി എക്സാമുകൾക്ക് ചോദിക്കാറുള്ളത്. ദെൻ പേപ്പർ 3 നിങ്ങൾ പഠിക്കാനുള്ളത് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ്. പ്രോബ്ലം പേപ്പർ ആണ്. കോസ്റ്റിംഗ് ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ദെൻ ടാക്സേഷനിലെ രണ്ട് സെക്ഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻകം ടാക്സ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ്. ഇൻഡയറക്ട് ടാക്സ് എന്ന് വെച്ചാൽ GST ആയിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവും. എന്ന് വെച്ചാൽ 60-40 മാർക്കുകളാണ് ഓരോന്നിനും കൊടുക്കാറുള്ളത്. അങ്ങനെ ടോട്ടൽ 400 മാർക്കിനാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. ദെൻ സെക്കൻഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് നേരത്തെ നമ്മൾ അക്കൗണ്ടിംഗ് പഠിച്ചു. അതിന്റെ ഒരു അഡ്വാൻസ്ഡ് അക്കൗണ്ടിംഗ് നിങ്ങൾക്ക് പേപ്പർ 5 പഠിക്കാനുണ്ട്. ദെൻ പേപ്പർ 6 ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് തിയറി പേപ്പർ ആണ്. ഓഡിറ്റിംഗ് ആണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ദെൻ എന്റർപ്രൈസ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് 50-50 മാർക്കാണ്. എന്റർപ്രൈസ് ഇൻഫർമേഷൻ സിസ്റ്റം 50 മാർക്കിനും സ്ട്രാറ്റജിക് മാനേജ്മെന്റ് 50 മാർക്കിനും അങ്ങനെ ടോട്ടൽ 100 മാർക്കിന്റെ ഒരു പേപ്പറാണ്. ദെൻ പേപ്പർ 8 നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് എക്കണോമിക്സ് ഫോർ ഫിനാൻസ് 100 മാർക്കിന്റെ മറ്റൊരു പേപ്പറാണ്. അങ്ങനെ 400 ടോട്ടലി 800 മാർക്കിനാണ് ഇന്റർമീഡിയറ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇവിടെയും നിങ്ങളുടെ പാസിംഗ് ക്രൈറ്റീരിയ എന്തെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ 3 കേസുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കേസിൽ 55 മാർക്കാണ് ആ സബ്ജക്ട് പാസ്സായി. നേരത്തെ ഫൗണ്ടേഷൻ ലെവലിൽ ഉണ്ടായിരുന്ന സെയിം ക്രൈറ്റീരിയാസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ 55 മാർക്ക് കിട്ടി ആ സബ്ജക്ട് നിങ്ങൾ പാസ്സായി. 51 സബ്ജക്ട് പാസ്സായി. 44 സബ്ജക്ട് പാസ്സാണ്. 49 സബ്ജക്ട് പാസ്സാണ്. പക്ഷെ അഗ്രിഗേറ്റ് എത്രയേ ഉള്ളൂ? 199 മാത്രമേ ഉള്ളൂ. ആ ഒരു ഗ്രൂപ്പ് പാസ്സായിട്ടില്ല. ഇനി സെക്കൻഡ് ഗ്രൂപ്പിന്റെ കേസ് നിങ്ങൾക്ക് നോക്കാം. 55 ആണ്. ദെൻ 51, 46, 49, 201 അഗ്രിഗേറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പ് അവിടെ എന്ത് ചെയ്തു? പാസ്സായി. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ മാർക്ക് സ്കോർ ചെയ്ത് ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം എക്സാം എഴുതിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഗ്രൂപ്പ് ഫെയിലായി. സെക്കൻഡ് ഗ്രൂപ്പ് മാത്രമാണ് ആ ഒരു കുട്ടി എഴുതിയെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് എന്ത് ചെയ്തു? പാസ്സായി. പക്ഷെ ഒരു കുട്ടിക്ക് സെയിം മാർക്ക് 2 ഗ്രൂപ്പും കൂടി ഒരുമിച്ച് എഴുതുന്ന സമയത്ത് കിട്ടിയെന്ന് വിചാരിക്കും. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഗ്രൂപ്പിലെ എല്ലാ സബ്ജക്റ്റും പാസ്സായി, പക്ഷെ അഗ്രിഗേറ്റ് 199 ദെൻ സെക്കൻഡ് ഗ്രൂപ്പ് 201 കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോ ടോട്ടലി അവന് 400 മാർക്ക് 2 ഗ്രൂപ്പിലും കൂടി അച്ചീവ് ചെയ്യാൻ പറ്റി. അപ്പൊ എന്ന് വെച്ചാൽ 2 ഗ്രൂപ്പും കൂടി നോക്കുന്ന സമയത്ത് ടോട്ടൽ 800 ആണ്. അതിന്റെ 50% 400 മാർക്ക് അവൻ സ്കോർ ചെയ്തു. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ അഗ്രിഗേറ്റ് ഇല്ല എന്നുള്ള ഒരു പ്രശ്നം ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന സമയത്ത് സെക്കൻഡ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന എക്സ്ട്രാ 1 മാർക്ക് ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അഗ്രിഗേറ്റ് മാത്രം എല്ലാ സബ്ജക്റ്റും പാസ്സാണെന്നതിന് അഗ്രിഗേറ്റ് നിങ്ങൾ എഴുതിയ 2 ഗ്രൂപ്പിന്റെയും അഗ്രിഗേറ്റ് ഒരുമിച്ചായിരിക്കും നോക്കുന്നത്. ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോത്ത് ഗ്രൂപ്പ് പാസ്സായിട്ടുണ്ടാവും. ദെൻ മറ്റൊരു കേസ് നോക്കാം. ഇവിടെ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ഒരു എക്സംഷൻ എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റും കൂടി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ 60 ഓർ എബോ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റുകൾ പിന്നീട് വരുന്ന 3 അറ്റംപ്റ്റുകൾക്ക് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സബ്ജക്ട് 60 മാർക്ക് പാസ്സായി. സെക്കൻഡ് സബ്ജക്ട് 60 മാർക്ക് അതും പാസ്സായി. 39 ആണ് ആ ഒരു സബ്ജക്ട് ഫെയിലായി. ദെൻ 50 മാർക്ക് ആ സബ്ജക്ട് പാസ്സായി. ടോട്ടൽ 204 ഉണ്ട്. അഗ്രിഗേറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. സബ്ജക്ട് ഫെയിൽ ആയതുകൊണ്ട് ആ ഒരു കുട്ടി എല്ലാ സബ്ജക്റ്റും വീണ്ടും എഴുതേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇവിടെ 2 സബ്ജക്റ്റുകൾക്ക് 60 അതിൽ കൂടുതലോ മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 സബ്ജക്റ്റുകൾ ആ കുട്ടിക്ക് വരുന്ന 3 അറ്റംപ്റ്റുകളിലേക്ക് വരുന്ന 3 എക്സാമുകളിലേക്ക് എഴുതേണ്ട ആവശ്യമില്ല. എക്സംഷൻ ലഭിക്കും. ഇവിടെയും സെയിം കാര്യം തന്നെയാണ്. 2 സബ്ജക്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? 60 ഓർ എബോ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. ആ സബ്ജക്റ്റുകൾക്ക് വരുന്ന എക്സാമുകൾക്ക് എഴുതേണ്ട. പക്ഷെ ബാക്കി 2 സബ്ജക്റ്റുകൾ 39 50 കിട്ടിയ 2 സബ്ജക്റ്റുകൾ വരുന്ന എക്സാമുകളിലേക്ക് എഴുതേണ്ടി വരും. ഇവിടെ ഈ കേസിലാണെങ്കിലും 39 50 കിട്ടിയുള്ള 2 സബ്ജക്റ്റുകൾ വരുന്ന എക്സാമുകളിൽ എഴുതേണ്ടി വരും. ഈ 60 ഓർ എബോ കിട്ടിയ സബ്ജക്ട് മാത്രം വരുന്ന 3 എക്സാമുകളിലേക്ക് എഴുതേണ്ട ആവശ്യമില്ല. മറ്റൊരു കേസ് നിങ്ങൾക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. കറക്റ്റ് 200 ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യും? പാസ്സാവും. ഇത്രയും സബ്ജക്റ്റുകളാണ് ഇന്റർമീഡിയറ്റ് ലെവലിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ ഇന്റർമീഡിയറ്റ് ലെവലിലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് പാസ്സായാലും പ്രശ്നമില്ല. ഏതെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഗ്രൂപ്പ് നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ പ്ലസ് നിങ്ങൾക്ക് 2 കോഴ്സുകൾ ചെയ്യാനുണ്ട്. ഒരു സോഫ്റ്റ് സ്കിൽസ് കോഴ്സും അതുപോലെ തന്നെ ഒരു IT കോഴ്സും കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് 3 ഇയർ പ്രാക്ടിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോ നിങ്ങൾ എന്ത് ചെയ്തു, ഇന്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്തു ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ പ്ലസ് നിങ്ങൾ ഒരു IT കോഴ്സും ഒരു സോഫ്റ്റ് സ്കിൽ കോഴ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്. അത് രണ്ടും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് 3 ഇയർ ആർട്ടിക്കിൾഷിപ്പ് 3 ഇയർ പ്രാക്ടിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനും അത് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. ആ ഒരു ഇൻ ബിറ്റ്വീൻ 3 ഇയർ പീരീഡിൽ നിങ്ങൾ മറ്റേ ഗ്രൂപ്പ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതിയെടുത്താൽ മതി. ഇതാണ് ഫൗണ്ടേഷൻ റൂട്ട് വരുന്നത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് എൻട്രി റൂട്ടിലേക്ക് പോയി നോക്കാം. ഡയറക്റ്റ് എൻട്രി റൂട്ട് 2 ആളുകൾക്കാണ് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വണ് CMA അതുപോലെ തന്നെ CS എന്നീ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഇന്റർമീഡിയറ്റ് കംപ്ലീറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റിന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇന്റർമീഡിയറ്റിന് രജിസ്റ്റർ ചെയ്യുകയും 8 മന്ത്സ് സ്റ്റഡി പീരീഡ് നിങ്ങൾ ചെയ്യുകയും ചെയ്തിട്ട് നെക്സ്റ്റ് വരുന്ന മെയ് നവംബർ അറ്റംപ്റ്റ് എക്സാമുകളിലേക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ മെയ് നവംബർ അറ്റംപ്റ്റ് എക്സാമുകളിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നിങ്ങൾ പാസ്സാവുകയോ പ്ലസ് നിങ്ങൾ 2 കോഴ്സുകൾ നമ്മൾ പറഞ്ഞു, ഒരു IT കോഴ്സും അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് സ്കിൽ കോഴ്സും ഉണ്ട്. ഈ 2 കോഴ്സുകൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഇയർ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് രജിസ്ട്രേഷൻ നടത്താം. ആ ഇൻ ബിറ്റ്വീൻ പീരീഡിൽ മറ്റു ഗ്രൂപ്പ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പാസ്സായാൽ മതി. ദെൻ മറ്റൊന്ന്, നിങ്ങൾ കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ, കൊമേഴ്സ് ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ 55%, അതർ ഫീൽഡ് ഓഫ് സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾ അതർ ഗ്രാജുവേറ്റോ അതർ പോസ്റ്റ് ഗ്രാജുവേറ്റോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രാജുവേഷനിൽ നിങ്ങൾ 60% ഓർ എബോ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡയറക്റ്റ് എൻട്രിയിലൂടെ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് ലെവലിന് ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. നിങ്ങൾ ഇന്റർമീഡിയറ്റ് ലെവല് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾ 9 മന്ത്സ് നിങ്ങൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുള്ളൂ. അപ്പോ നിങ്ങൾ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റോ അല്ലെങ്കിൽ ഗ്രാജുവേറ്റോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ 2 കോഴ്സുകൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള 2 കോഴ്സുകൾ ITയും ഒരു സോഫ്റ്റ് സ്കിൽ കോഴ്സും നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ഇതിനു ശേഷം നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് രജിസ്റ്റർ ചെയ്യുകയും 9 മന്ത്സ് പ്രാക്ടിക്കൽ ട്രെയിനിങ് അച്ചീവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്ന മെയ് നവംബർ അറ്റംപ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാനുള്ള എലിജിബിലിറ്റി ആവും. അങ്ങനെ നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യുകയും ആ 2 ഗ്രൂപ്പ് നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ പീരീഡ്, ആ ഒരു പീരീഡിൽ തന്നെ നിങ്ങളെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും നടന്നു പോകുന്നുണ്ടാവും. ഈ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ 3 ഇയർ നിങ്ങൾ ഗ്രാജുവേഷന് സ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് ഈ ഒരു കോഴ്സിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഫൗണ്ടേഷൻ ലെവൽ കഴിയും. പ്ലസ് നിങ്ങൾ 3 ഇയർ നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് പീരീഡ് എന്ന് വെച്ചാൽ ഈ കോഴ്സ് ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ്, അതിനോട് കൂടെ തന്നെ നിങ്ങൾക്ക് എക്സാംസും എഴുതാൻ പറ്റും. ഇത് ഈ ഒരു ഓപ്ഷൻ ഉള്ളത് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് എൻട്രി സ്കീമിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ്. ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഫൗണ്ടേഷൻ റൂട്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ +2 പാസ് ആയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ റൂട്ടും സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു, ബോത്ത് ഗ്രൂപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ബോത്ത് ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പ്ലസ് നിങ്ങൾ 3 ഇയേഴ്സ് ഓഫ് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് രജിസ്ട്രേഷൻ നടത്താൻ പറ്റും. ഈ ഫൈനൽ എക്സാമിന് രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം നിങ്ങൾ 2 എക്സ്ട്രാ കോഴ്സുകൾ കൂടി ചെയ്യാനുണ്ട്. മുമ്പ് നമ്മൾ 2 കോഴ്സ് ചെയ്തു. അതിന്റെ ITയുടെ ഒരു അഡ്വാൻസ്ഡ് ITയും ഒരു അഡ്വാൻസ്ഡ് GMCCS എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് സ്കില്ലിന്റെ ഒരു അഡ്വാൻസ്ഡ് കോഴ്സും കൂടി നിങ്ങൾ ചെയ്യാനുണ്ട്. ഈ 2 കോഴ്സും കൂടി കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന മെയ് നവംബർ അറ്റംപ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ എക്സാമിന് അപ്ലൈ ചെയ്ത് അവിടെയും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 2 ഗ്രൂപ്പുകളാണ് പഠിക്കാനുള്ളത്. 2 ഗ്രൂപ്പുകളായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഫസ്റ്റ് ഗ്രൂപ്പില് പേപ്പർ 1 ആയിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് 100 മാർക്കിന്റെ പേപ്പറാണ്. ദെൻ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് SFM എന്ന് പറയും, അഡ്വാൻസ്ഡ് ഓഡിറ്റിംഗ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ് ഒരു ഓഡിറ്റിംഗ് പേപ്പറാണ്. കോർപ്പറേറ്റ് ആൻഡ് എക്കണോമിക് ലോയുടെ മറ്റൊരു പേപ്പറാണ്. ദെൻ ഗ്രൂപ്പ് 2 നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ. ദെൻ പേപ്പർ 6 വരുന്നത് നിങ്ങൾക്ക് 6 പേപ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 6 പേപ്പറുകളിൽ ഒരു പേപ്പർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് എക്സാമിന് എഴുതാനും പറ്റും. ഈ ഒരു പേപ്പർ ഓപ്പൺ ബുക്ക് ആയിട്ടായിരിക്കും നിങ്ങൾ എക്സാം ഉണ്ടാവുക. ആ എക്സാം നിങ്ങൾക്ക് 100 മാർക്കിനായിരിക്കും. ഈ 6 പേപ്പറുകൾ ഏതൊക്കെയാണ്? റിസ്ക് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ സർവീസ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്, ഇന്റർനാഷണൽ ടാക്സേഷൻ, എക്കണോമിക് ലോസ്, ഗ്ലോബൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി കേസ് സ്റ്റഡി. ഇങ്ങനെ 6 സബ്ജക്റ്റുകളുണ്ട്. ഇതിൽ ഒരു സബ്ജക്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ആ സബ്ജക്ട് നിങ്ങൾ ഓപ്പൺ ബുക്ക് നിങ്ങൾ എക്സാം എഴുതായിരിക്കും. പേപ്പർ 6. പേപ്പർ 7 ഡയറക്റ്റ് ടാക്സ് ലോസ് ആൻഡ് ഇന്റർനാഷണൽ ടാക്സേഷൻ. ഡയറക്ട് ടാക്സ് ലോ 70 മാർക്കിനും ഇന്റർനാഷണൽ ടാക്സേഷന് 30 മാർക്കിനാണ് സാധാരണ ചോദിക്കാറുള്ളത്. ദെൻ 8th പേപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഇൻഡയറക്ട് ടാക്സ്, അതിൽ GST 75 മാർക്കിനും കസ്റ്റംസ് ആൻഡ് FTP നിങ്ങൾക്ക് 25 മാർക്കിനാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഇങ്ങനെ 8 സബ്ജക്ട് നിങ്ങൾക്ക് ഫൈനലിനും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്.
ഇങ്ങനെ നിങ്ങൾ ഫൈനൽ രജിസ്റ്റർ ചെയ്തു, ഫൈനൽ എക്സാം എഴുതി, നിങ്ങൾ ഫൈനൽ ബോത്ത് ഗ്രൂപ്പ് നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ICAയുടെ മെമ്പർ ആവാൻ പറ്റും. ഈ ഒരു മെമ്പർഷിപ്പ് കിട്ടുക എന്നുള്ളത് ലൈഫിലെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. നിങ്ങൾ ഈ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോഴ്സ് എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഒരുപാട് ലേണിംഗ് കർവുകൾ ഈ ഒരു കോഴ്സിന്റെ ഇൻബിറ്റ്വീൻ പീരീഡിൽ നിങ്ങളെ സോഫ്റ്റ് സ്കിൽ കോഴ്സ് ആണെന്നുണ്ടെങ്കിലും IT കോഴ്സ് ആണെന്നുണ്ടെങ്കിലും പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഓരോ എക്സാമുകളും ഇതിലെ പാസിംഗ് ക്രൈറ്റീരിയാസും എല്ലാം വളരെ മറ്റു കോഴ്സുകളിൽ നിന്നൊക്കെ ഈ CA ഡിഫറെന്റ് ആയി നിർത്തുന്നുണ്ട്. ഈ ഒരു കോഴ്സ് നിങ്ങളെ വളരെ ഇൻട്രസ്റ്റോട് കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫിൽ ഈ ഒരു കോഴ്സ്, ഈ ഒരു CA ഫൈനൽ ക്വാളിഫൈഡ് ആവുക എന്നുള്ളത് നിങ്ങളുടെ ലൈഫിന് ഒരുപാട് കളർഫുൾ ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുന്ന ഒരു കോഴ്സ് ആയിരിക്കും ഈ CA കോഴ്സ് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, മറ്റാരുടെയെങ്കിലും നിർബന്ധത്തിനോ മറ്റാരുടെയെങ്കിലും ഒരു ഫോഴ്സ്ഫുള്ളിയോ നിങ്ങൾ ഈ ഒരു കോഴ്സിനെ നിങ്ങൾ സെലക്ട് ചെയ്തത്, നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ഇന്ന കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്നുള്ള ഒരു ധാരണയോട് കൂടി കംപ്ലീറ്റ് ആയിട്ടുള്ള നോളജോട് കൂടി നിങ്ങൾ കോഴ്സിലേക്ക് എൻ്റർ ചെയ്യുക, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് കളർഫുൾ ആക്കാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Thanks for watching. A like would be appreciated. And don't forget to subscribe.